Hello, my dear children. How are you? All are fine? Do you remember what we have learned in our last class? Yes, soil and water. Then the air present in soil. What is the relation between soil and water? The capacity to absorb water is not the same for all type of soil, isn't it? Yes, അല്ലേ? എല്ലാ ടൈപ്പ് സോയിലിനും വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരുപോലെയല്ല, സെയിം അല്ല. നമ്മൾ പഠിച്ചു അല്ലേ? നമ്മളെങ്ങനെ പഠിച്ചത്? അതൊരു എക്സ്പെരിമെൻ്റ് ചെയ്താണ് പഠിച്ചത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ദ സോയിൽ ദാറ്റ് ഈസ് ഫെർട്ടൈൽ ആൻഡ് ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി ടു അബ്സോർബ് വാട്ടർ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. എങ്ങനെയുള്ള സോയിലായിരുന്നു കൾട്ടിവേഷന് നല്ലതായിട്ടുള്ളത്, ബെസ്റ്റായിട്ടുണ്ടായിരുന്നത്? നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ അല്ലേ? ഈ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലിന് ഗ്രേറ്റർ കപ്പാസിറ്റി ടു അബ്സോർബ് വാട്ടർ ഉണ്ടായിരിക്കും അല്ലേ? നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വാട്ടറാണ് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ. അങ്ങനത്തെ സോയിലായിരിക്കണം നമ്മൾ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എയർ പ്രസൻറ്റ് ഇൻ ദ സോയിൽ. എയർ പ്രസൻറ്റ് ഇൻ ദ സോയിൽ നമ്മൾ എങ്ങനെ കണ്ടെത്തിയത്? അതും ഒരു എക്സ്പെരിമെൻ്റ് വഴിയായിരുന്നു അല്ലേ? ഒരു ഗ്ലാസ്സിൽ നമ്മൾ വാട്ടർ എടുത്തു, ദെൻ പീസ് ഓഫ് മഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? യെസ്, ബബിൾസ് ആർ കം ഔട്ട്. എയർ ബബിൾസ് വന്നു അല്ലേ? സോ നമുക്ക് എന്ത് മനസ്സിലായി? മഡിൽ അല്ലെങ്കിൽ മണലിൽ എയർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർ കണ്ടുപിടിക്കാൻ വേറൊരു സൂത്രം കൂടെ ചെയ്യാൻ പറ്റും. യെസ്, ഒരു ഗ്ലാസ്സിൽ നമ്മൾ വാട്ടർ എടുത്ത് ദെൻ ബ്ലോ യൂസിങ് എ സ്ട്രോ. ഒരു സ്ട്രോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഊതിക്കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് ബബിൾസ് പുറത്തോട്ട് വരുന്നതായിട്ട് കാണാം അല്ലേ? അപ്പോൾ ബബിൾസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എയറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന്. നെക്സ്റ്റ്, ഉണ്ണിക്കുട്ടൻ എപ്പോഴും ഡൗട്ടാണല്ലേ? ആ ഉണ്ണിക്കുട്ടൻ്റെ ഡൗട്ട്സ് ആരാ തീർത്തു കൊടുക്കുന്നത്? അമ്മയും അച്ഛനും ചേച്ചിയായ മണിക്കുട്ടിയും കൂടിയായിട്ട് ഉണ്ണിക്കുട്ടൻ്റെ ഡൗട്ട്സ് തീർത്തു കൊടുക്കും. ഉണ്ണിക്കുട്ടന് വീണ്ടും ഒരു സംശയം, നമുക്ക് നോക്കാം. ഇവിടെ മണിക്കുട്ടിയാണ് അമ്മയോട് ആദ്യം പറയുന്നത്. മണിക്കുട്ടി പറയുന്നത് കേട്ടിട്ട് ഉണ്ണിക്കുട്ടന് വരുന്ന ഡൗട്ട്സും അമ്മ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. മദർ, ലുക്ക്, ഓൾ ദ പ്ലാന്റ്സ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻ ആർ ഗോയിങ് ടു ഫോൾ. ദ സോയിൽ ബെനീത്ത് ദ പ്ലാന്റ് ഹാസ് ബീൻ വാഷ്ഡ് അവേ. ഓൾ ദ റൂട്ട്സ് ക്യാൻ ബി സീൻ. മണിക്കുട്ടി എക്സ്പ്രസ്ഡ് ഹെർ ഗ്രീഫ്. മണിക്കുട്ടി അമ്മയോടൊരു വിഷമം പറയാണ്. എന്താണ്? അവരുടെ വെജിറ്റബിൾ ഗാർഡനിലെ എല്ലാ പ്ലാന്റ്സും വീഴാനായി. അതിൻ്റെ മണ്ണ്, താഴെയുള്ള മണ്ണ്, ഓരോ പ്ലാന്റിൻ്റെയും താഴെയുള്ള മണ്ണ് വാഷ്ഡ് അവേ, ഒലിച്ചു പോയില്ലേ? സോ എന്ത് കാണുന്നുണ്ട്? ഓൾ ദ റൂട്ട്സ് ക്യാൻ ബി സീൻ. പ്ലാന്റ്സിൻ്റെയും റൂട്ട്സ് കാണുന്നുണ്ട്, പ്ലാന്റ്സ് ഒക്കെ വീഴാനായി. അപ്പം അമ്മ എന്ത് പറയുന്നു? സോ heavy was the rain last night. The topsoil must have been washed away. Mother joined മണിക്കുട്ടി. അപ്പം അമ്മ പറയാണ്, ഇന്നലെ രാത്രി നല്ല മഴയാണ് പെയ്തത്, അതുകൊണ്ട് അവിടുത്തെ മേൽമണ്ണ്, ടോപ്പ് സോയിൽ, മേൽമണ്ണ് മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ടായിരിക്കും എന്ന് അമ്മ പറയാണ്. വീണ്ടും ഉണ്ണിക്കുട്ടന് ഡൗട്ടായി. ഉണ്ണിക്കുട്ടൻ എന്ത് ചോദിച്ചു? മദർ, what is the problem if the topsoil is washed away? അമ്മേ, ടോപ്പ് സോയിൽ ഒലിച്ചു പോയാൽ എന്താ പ്രശ്നം, എന്താ പ്രോബ്ലം ചോദിക്കാണ്. ഉണ്ണിക്കുട്ടൻ കെയിം ഫോർവേഡ് വിത്ത് ഹിസ് ഡൗട്ട്. അവൻ്റെ ഡൗട്ടുമായിട്ട് അവൻ മുന്നോട്ട് വന്നു. നൗ അമ്മ എന്ത് റിപ്ലൈ കൊടുത്തു? ഹൗ ക്യാൻ ദ പ്ലാന്റ് സ്റ്റാൻഡ് ഫേംലി ഇഫ് ദ സോയിൽ ഈസ് വാഷ്ഡ് അവേ? എങ്ങനെയാണ് മേൽമണ്ണ് ഒലിച്ചു പോയാൽ പ്ലാന്റ്സിന് അവിടെ സ്റ്റേൺ ആയിട്ട് ഫേം ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക? മേൽമണ്ണ് പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സിന് അവിടെ നിൽക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക? ഇറ്റ് ഈസ് ദ ഫെർട്ടൈൽ ടോപ്പ് സോയിൽ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്, ഹിസ് മദർ എക്സ്പ്ലെയിൻഡ്. അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഇറ്റ് ഈസ് ദ ടോപ്പ് സോയിൽ, ഫെർട്ടൈൽ ടോപ്പ് സോയിൽ. ഈ ടോപ്പ് സോയിലാണ് ഫെർട്ടൈൽ ആയിട്ടുള്ളത്. ആ ഫെർട്ടൈൽ സോയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ദ ഫെർട്ടൈൽ ടോപ്പ് സോയിൽ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ടോപ്പ് സോയിലാണ്.
അത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് അത്യാവശ്യമാണെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ മണിക്കുട്ടി എന്ത് പറഞ്ഞു? ദാറ്റ്സ് റൈറ്റ് മദർ, അവർ ടീച്ചർ ഹാസ് ടോട്ട് അസ് ദിസ് ടു. മണിക്കുട്ടി റിപ്ലൈഡ്. അപ്പം മണിക്കുട്ടി പറയാണ്, അമ്മേ അത് ശരിയാണ്, എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ലേ. ടോപ്പ് സോയിലാണ് ഫെർട്ടൈൽ ആയിട്ടുള്ളത്, ആ ടോപ്പ് സോയിൽ ഇല്ലെങ്കിൽ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് മണിക്കുട്ടിയുടെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോപ്പ് സോയില് ഒലിച്ചു പോവാതെ, വാഷ്ഡ് അവേ ആവാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം. ആ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഈ ടോപ്പ് സോയിൽ വാഷ്ഡ് അവേ ആവുന്ന അല്ലെങ്കിൽ ടോപ്പ് സോയിൽ വാഷ് ഓഫ് ആവുന്ന, ഒലിച്ചു പോകുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയും? സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. നെക്സ്റ്റ്, what are the harmful effects of soil erosion? എന്താണ് സോയിൽ ഇറോഷൻ്റെ ഹാംഫുൾ ഇഫക്ട്സ്? മേൽമണ്ണ് ഇങ്ങനെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാവും? ഫസ്റ്റ് വൺ, ടോപ്പ് സോയിൽ ഈസ് വാഷ്ഡ് അവേ അല്ലേ. സോയിൽ ഇറോഷൻ്റെ ഫസ്റ്റ് ഹാംഫുൾ ഇഫക്റ്റ് ആണ് ടോപ്പ് സോയിൽ ഈസ് വാഷ്ഡ് അവേ, മേൽമണ്ണ് ഒലിച്ചു പോകുന്നു. സോ അഗ്രികൾച്ചർ ഈസ് ഡിസ്ട്രോയ്ഡ്, അഗ്രികൾച്ചർ നശിച്ചു പോകും. പിന്നെ നമുക്ക് എന്ത് പറയാം? പ്ലാന്റ്സ് ഫോൾ ഡൗൺ, പ്ലാന്റ്സ് കടപുഴകി വീഴും. നെക്സ്റ്റ്, ന്യൂട്രിയൻസ് ആർ ലോസ്റ്റ്, ഫെർട്ടൈൽ സോയിൽ പോയി കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും, ന്യൂട്രിയൻസ് ആർ ലോസ്റ്റ്. നെക്സ്റ്റ്, during the rainy season the soil from our yard and premises is often washed away. നമ്മൾ കണ്ടിട്ടുണ്ടാവും മഴക്കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള യാർഡിൽ നിന്നും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ മണ്ണ് ഒലിച്ചു പോകുന്നു, വാഷ്ഡ് അവേ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് നോൺ ആസ് സോയിൽ ഇറോഷൻ. ഇതിനെ നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയും. Soil erosion is greater on slanting land surface. All the factors that are required for the growth of plants are present in the topsoil. Thus, soil erosion leads to the destruction of plants. എന്തുകൊണ്ടാണ് സോയിൽ ഇറോഷൻ കാരണം പ്ലാന്റ്സ് ഡിസ്ട്രക്റ്റ് ആവാനുള്ള കാരണം എന്താണ്? സോയിൽ ഇറോഷൻ ഈസ് ഗ്രേറ്റർ ഓൺ സ്ലാൻഡിങ് ലാൻഡ് സർഫസ്. സോയിൽ ഇറോഷൻ കൂടുതലായിട്ട് വരുന്നത് സ്ലാൻഡ് ആയിട്ടുള്ള ചെരിഞ്ഞ പ്രദേശങ്ങളിലാണ്. All the factors that are required for the growth of plants are present in the topsoil. ടോപ്പ് സോയിലിലാണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സോയിൽ ഇറോഷൻ ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ്സ്. നെക്സ്റ്റ്, ഇഫ് ദിസ് ഈസ് സോ, shouldn't soil erosion be prevented? Why not try an experiment? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സോയിൽ ഇറോഷൻ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യണ്ടേ? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. പ്രിപ്പയർ എ മഡ് മൗണ്ട് ഇൻ യുവർ പ്രീമിസസ്. മഡ് മൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മണൽ വെച്ചിട്ട് നമ്മളൊരു മണൽക്കൂന ഉണ്ടാക്കുക. നിങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്തായിട്ടൊരു മണൽക്കൂന ഉണ്ടാക്കുക. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു മണൽക്കൂന ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഫിക്സ് ഗ്രാസ് സ്റ്റോക്സ് ഓൺ 1/2 ഓഫ് ദ മഡ് മൗണ്ട് ആൻഡ് മേക്ക് മെനി ഹോൾസ് അറ്റ് ദ ബോട്ടം ഓഫ് എ മെറ്റൽ വെസൽ. പോർ വാട്ടർ ഓവർ ദി മഡ് മൗണ്ട് ത്രൂ ഇറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ മഡ് മൗണ്ടിൻ്റെ ഹാഫ് സൈഡിൽ നിങ്ങൾ ഗ്രാസസ് വെച്ച് പിടിപ്പിക്കുക, പുല്ലുകൾ വെച്ചിട്ട് മറ്റ് സൈഡ് നമ്മൾ ഫ്രീ ആക്കി വെക്കാം. ദെൻ എന്ത് ചെയ്യണം? ഒരു പാത്രം എടുക്കുക, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ മെറ്റലോ ആയിട്ടുള്ള ഒരു വെസലെടുത്ത്, ഒരു മെറ്റൽ വെസലെടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഹോൾ വെച്ച് കൊടുക്കുക. ആൻഡ് ദെൻ എന്ത് ചെയ്യണം? ആ ഹോളുള്ള പാത്രത്തിലൂടെ നിങ്ങൾ വെള്ളം ഈ മഡ് മൗണ്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പോർ വാട്ടർ ഓവർ ദ മഡ് മൗണ്ട് ത്രൂ ഇറ്റ്. അപ്പോൾ എന്ത് കാണാൻ പറ്റും? പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങളിങ്ങനെ ആ മഡ് മൗണ്ടിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഒരു ഹോളുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മഡ് മൗണ്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? വാട്ട് ഹാപ്പൻ ടു ദ സോയിൽ ഇൻ ദ പോർഷൻ വേർ ഗ്രാസ് സ്റ്റോക്സ് ആർ ഫിക്സഡ് ആൻഡ് ദാറ്റ് ഇൻ ദ അതർ പോർഷൻ. നമുക്ക് രണ്ട് ടൈപ്പാണ് നമ്മൾ മഡ് മൗണ്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരു സൈഡിൽ ഗ്രാസ് വെച്ചിട്ടുണ്ട്, മറ്റേ സൈഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിക്കുന്നത്? ഗ്രാസ് ഉള്ള ഭാഗത്ത് കൂടെ വെള്ളം തനിയെ ഒലിച്ചു പോകും,
പക്ഷേ ഗ്രാസ് ഇല്ലാത്ത സൈഡിൽ കൂടെ മണലും വെള്ളത്തിൻ്റെ കൂടെ മണലും കൂടെ ഒലിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. The roots of the grass and plants prevent the soil erosion by holding soil firmly. നമ്മൾ പുല്ല് പിടിപ്പിച്ച കാരണം ആ സൈഡിൽ എന്താണ്, വെള്ളം മാത്രമേ ഒഴുകി പോകുന്നുള്ളൂ, മണ്ണ് പോകുന്നില്ല. കാരണം എന്താണ്, the roots of the grass and plants prevent the soil erosion by holding soil firmly. ഗ്രാസിൻ്റെയും പ്ലാന്റ്സിൻ്റെ ഒക്കെ റൂട്ട്സ് ആ സോയിലിനെ എന്ത് ചെയ്യും, ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. സോയിൽ ഫേംലി അല്ലേ, ഹോൾഡിങ് ദ സോയിൽ ഫേംലി, ആ സോയിലിനെ നന്നായിട്ട് അവിടെ പിടിച്ചു വെക്കും. അതുകൊണ്ട് സോയിൽ ഇറോഷന് പ്രിവെൻറ്റ് ചെയ്യും. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മണ്ണൊലിപ്പ്. ആ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് മണ്ണൊലിപ്പ് അവിടെ തടഞ്ഞ് ആ സോയിലിനെ അവിടെ ഫേംലി ഹോൾഡ് ചെയ്ത് വെക്കും. A lot of soil on the other side get washed away. മറ്റേ സൈഡിൽ എന്താ സംഭവിച്ചത്, വെള്ളത്തോടൊപ്പം a lot of soil washed away, ഒരുപാട് മണ്ണ് ആ സൈഡിൽ നിന്ന് ഒലിച്ചുപോയി. Much of the soil is washed away like this during the rainy season. Having you seen hill slopes cut into different level for farming. മഴക്കാലത്ത് ഇങ്ങനെ തന്നെയാണ് അല്ലേ, ഒരുപാട് വെള്ളത്തോടൊപ്പം ഒരുപാട് മണലും ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്ക്, മൂന്നാർ ഭാഗത്തേക്ക് പോകുമ്പോൾ, ടൂർ പോകുമ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഫാമിംഗ് ഏരിയാസ് ഇങ്ങനെ ചെറിയ ചെറിയ എന്താണ് തട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. ഹിൽ സ്ലോപ്പിലൊക്കെ അങ്ങനെ ചെരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഹിൽ സ്ലോപ്പിലൊക്കെ തട്ട് പോലെ ഡിഫറെൻറ്റ് ലെവലാക്കിയിട്ട് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഭൂമി അങ്ങനെ തട്ടാക്കി വെച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? This not only enable rainwater to seep into the soil but also prevent soil erosion. വെള്ളം മണ്ണിലോട്ട് വീഴുന്ന റെയിനി വാട്ടറിനെ ഈസി ആയിട്ട് മണ്ണിലേക്ക് സീപ്പ് ഇൻ ടു ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വേറെ എന്തിനു കൂടിയിട്ടാണ്, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനും കൂടിയിട്ടാണ്. ദിസ് ഈസ് നോട്ട് ഓൺലി enable rainwater to seep into the soil but also prevent soil erosion. When rainwater falls over the open land, the soil is loosened and it gets washed away. This sort of erosion can be prevented by planting trees and grasses. അപ്പോൾ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഭൂമിനെ പല ഡിഫറെൻറ്റ് ലെവൽസ് ആക്കാനുള്ള കാരണം എന്താണ്, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിൽ മഴ ഇങ്ങനെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, സോയിൽ ലൂസൺ ആൻഡ് ഗെറ്റ് വാഷ്ഡ് അവേ. ഒരു ഓപ്പൺ ഏരിയയിൽ മഴ പെയ്യുമ്പോൾ എന്താണ്, വെള്ളത്തോടൊപ്പം തന്നെ മണലും ഇങ്ങനെ നന്നായിട്ട് ഒലിച്ചു പോകും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി ക്യാൻ ഡു, യെസ്, planting trees and grasses. The roots of trees, plants, grass, etc. grow into the soil and prevent the washing away of soil. സോയിലിൽ ഗ്രാസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ട്രീസിൻ്റെയും റൂട്ട്സ് നന്നായിട്ട് താഴോട്ട് വളരുന്നതിനനുസരിച്ച് ആ ഒരു സോയിലിനെ അവിടെ പിടിച്ചു നിർത്തും, ഫേംലി അവിടെ ഹോൾഡ് ഓൺ ചെയ്യും. സോ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ലുക്ക്, അവർ ഫാദർ ഹാസ് കം. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു, അച്ഛൻ വന്നു അല്ലേ. ഉണ്ണിക്കുട്ടൻ ran to him and looked the packet from his hand. Looked the packet from his hand. Wow, biscuits! He opened the packet and started eating, and did not forget to give some to Manikutti too. He threw away its cover to the yard. Dear child, don't throw the plastic cover to the yard. It is harmful if it is left there. അപ്പോൾ ആ സമയത്ത് അച്ഛൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചത്, ഉണ്ണിക്കുട്ടൻ അച്ഛൻ്റെ കയ്യിലുള്ള പാക്കറ്റിലേക്കാണ് ശ്രദ്ധിച്ചത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറല്ലേ, അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ ഓടിപ്പോയി അച്ഛൻ്റെ കയ്യിലുള്ള പാക്കറ്റ് വാങ്ങിച്ചു. പാക്കറ്റിൽ എന്താ ഉണ്ടായിരുന്നത്, ബിസ്ക്കറ്റ് ആയിരുന്നു. ഹി ഓപ്പൺ ദ പാക്കറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ആൻഡ് ഡിഡ്ന്റ് ഫോർഗെറ്റ് ടു ഗിവ് സം ടു മണിക്കുട്ടി ടു. അവനത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ബിസ്ക്കറ്റ് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. മണിക്കുട്ടിക്ക് കൊടുക്കാൻ മറന്നില്ല. നിങ്ങളും നിങ്ങളുടെ ചേച്ചിക്കും അനിയത്തിക്കും സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കാറില്ലേ? അതുപോലെ നല്ല കുട്ടികളാണ് അങ്ങനെ ചെയ്യാറ് അല്ലേ. അപ്പോൾ അതുപോലെ ഉണ്ണിക്കുട്ടനും അവൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചിക്കും കുറച്ച്
കൊടുത്തു. ആൻഡ് ദെൻ ഹി എന്ത് ചെയ്തു? ഹി ത്രൂ എവേ ഇറ്റ്സ് കവർ ടു ദി യാർഡ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അവൻ എന്ത് ചെയ്തു? അവൻ കഴിച്ച ബിസ്ക്കറ്റിൻ്റെ കവറ് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പം അച്ഛൻ എന്ത് പറഞ്ഞു കൊടുത്തു? ഡിയർ ചൈൽഡ്, ഡു നോട്ട് ത്രോ ദ പ്ലാസ്റ്റിക് കവർ ടു ദ യാർഡ്, ഇറ്റ് ഈസ് ഹാംഫുൾ ഇഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ദർ. നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ മുറ്റത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ്? അത് അവിടെ മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിനത് ഹാംഫുള്ളാണ്. ഇറ്റ് ഈസ് ഹാംഫുൾ ഇഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ദർ. വൈ? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഉണ്ണിക്കുട്ടൻ ഹാഡ് എ ഡൗട്ട് അഗെയിൻ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വീണ്ടും സംശയം. അവൻ ചോദിക്കുകയാണ്, എന്താണ് പ്ലാസ്റ്റിക് മണ്ണിൽ കിടന്നാലുള്ള പ്രോബ്ലം? ഡു യു ആക്ട് ലൈക്ക് ദിസ്? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, എന്താ പ്രശ്നം എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദിസ് ഈസ് ഡൺ? എന്താ സംഭവിക്കുന്നത്? മണ്ണിൽ നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് ഇട്ടാൽ ആ സോയിൽ പൊല്യൂട്ടാവും, മണ്ണ് പൊല്യൂട്ടാവും അല്ലേ. ഡു നോട്ട് പൊല്യൂട്ട് സോയിൽ. നമ്മൾ മണ്ണ് പൊല്യൂട്ടാക്കാൻ പാടുണ്ടോ? ഇല്ല, മണ്ണ് നമ്മൾ നശിപ്പിക്കാനൊന്നും പാടില്ല. ഡു നോട്ട് പൊല്യൂട്ട്. ലെറ്റ് us try an activity. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. Take 2 pits in the school premises. Put plastic bottle, packets, polyester cloth piece, glass pieces, thermocol, etc. in one pit and bury it under the soil. Put green leaves, vegetable waste, newspaper pieces, etc. in the second pit and bury them with mud. അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ അടുത്ത എക്സ്പെരിമെൻറ്റ് റെഡി ആവുക. 2 വലിയ കുഴികൾ എടുക്കുക. സ്കൂളിൻ്റെ മുറ്റത്തായിട്ട് 2 വലിയ കുഴികൾ എടുക്കുക. ഒന്നിൽ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് പാക്കറ്റുകൾ, പോളിസ്റ്റർ ക്ലോത്തിൻ്റെ പീസ്, ദെൻ ഗ്ലാസ് പീസ്, തെർമോകോൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അത് ആദ്യത്തെ കുഴി നമ്മൾ മൂടി വെക്കുക. നെക്സ്റ്റ് പിറ്റിൽ എന്ത് ചെയ്യണം? പുട്ട് ഗ്രീൻ ലീവ്സ്, വെജിറ്റബിൾ വേസ്റ്റ്, ന്യൂസ് പേപ്പർ പീസ്, എക്സെട്ര അങ്ങനെയുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക് ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ അടുത്ത കുഴിയിലിട്ടിട്ട് അത് മൂടി വെക്കുക. ദെൻ എന്ത് ചെയ്യണം? After a few days, remove the mud and examine both pit what difference is seen. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മുകളിലത്തെ മണ്ണ് മാറ്റിയിട്ട് 2 കുഴി ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്ത് കാണാൻ പറ്റും? The objects dumped in the first pit remain without decomposing in the soil. The objects will not undergo any change even if they remain like this for years together. അപ്പോൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് പിറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കായിരുന്നു. ഇറ്റ് റിമെയിൻ വിത്തൗട്ട് ഡീകമ്പോസിങ് ഇൻ ദ സോയിൽ. മണ്ണിലത് ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നശിച്ചു പോവാം. നശിക്കൊന്നും ചെയ്യാതെ വിത്തൗട്ട് ഡീകമ്പോസിങ് അത് അങ്ങനെ തന്നെ കിടക്കാണ്. ഈ സാധനങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ കിടക്കും അല്ലേ. ദ ഒബ്ജക്റ്റ് വിൽ നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് ഈവൺ ഇഫ് ദേ റിമൈൻ ലൈക്ക് ദിസ് ഫോർ ഇയേഴ്സ് ടുഗെദർ. ഒരുപാട് വർഷങ്ങൾ അത് അങ്ങനെ കിടന്നാലും അതിനൊന്നും സംഭവിക്കില്ല. തിങ്ക് ഓഫ് ദ പോസിബിൾ ഹാം ഇഫ് സച്ച് ഒബ്ജക്റ്റ് അക്യുമുലേറ്റ് ഓൺ ഇൻ ദി സോയിൽ. ഇങ്ങനെ സാധനങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും ഹാംഫുൾ ഇഫക്റ്റ്? കറക്റ്റായിട്ട് സൂര്യപ്രകാശമോ കറക്റ്റായിട്ടുള്ള വെള്ളമോ ഒന്നും നമ്മുടെ മണ്ണിലേക്ക് എത്താതെ വരും. നമ്മളെ പ്ലാന്റ്സിനൊന്നും കറക്റ്റായിട്ടുള്ള വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോകും അല്ലേ. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. However, none of the object dumped in the second pit can be seen. പക്ഷേ അതേസമയം എന്താണ്? നമ്മൾ സെക്കൻഡ് പിറ്റിൽ വെജിറ്റബിൾസും ലീവ്സും എല്ലാം കൂടി ഇട്ടിട്ടുണ്ടായിരുന്ന ആ പിറ്റിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം എന്താണ്? അത് മുഴുവൻ ഡികമ്പോസ് ചെയ്ത് പോയി. They have decomposed in the soil as manure. എന്നിട്ട് അതൊരു ഫെർട്ടൈൽ സോയിലായിട്ട് മാറി, ഓർഗാനിക് മാറ്റേഴ്സ് ആയിട്ട് മാറി, ഫെർട്ടൈൽ ആയിട്ടുള്ള മാനുവർ ഉള്ള നല്ല സോയിലായിട്ട് മാറി. അത് മുഴുവൻ ഡികമ്പോസ് ചെയ്തിട്ട് പോയി. This help agriculture and the growth of plants. What we can do is to reduce the use of objects like plastic which do not decompose in the soil and prevent depositing them in the soil. അപ്പോൾ എന്താ പറയുന്നത്? ദിസ് നമ്മൾ ഈ ഒരു നേരത്തെ നമ്മൾ വെജിറ്റബിൾസും ലീഫൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പിറ്റിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഡികമ്പോസ് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ അതെന്താണ്? ആ സോയിൽ നല്ല ഫെർട്ടൈലായിട്ടുള്ള നല്ല മാന്യൂർ, ഗ്രീൻ മാന്യൂർ ഉള്ള നല്ല സോയിലായിട്ട് മാറി. അങ്ങനെയുള്ള സോയിലാണ്, ഫെർട്ടൈൽ സോയിലാണ് അഗ്രികൾച്ചറിനും നന്നായിട്ടുള്ളത് അല്ലേ. സോയിലിൽ അങ്ങനത്തെ സോയിലാണ് പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നത്. What we can do
is to reduce the use of objects like plastic which do not decompose in the soil and prevent depositing them in the soil. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും? മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക, അല്ലേ? പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക. റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിനെ നമ്മൾ വീണ്ടും ഉരുക്കി പുതിയ പ്ലാസ്റ്റിക്കാക്കി മാറ്റാൻ പറ്റുന്ന റീസൈക്ലിംഗ് കപ്പാസിറ്റി ഉള്ള പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾക്ക് ആ സാധനങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതിന് പകരം വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, റീയൂസ് ചെയ്യുക. പിന്നെ മാക്സിമം പ്ലാസ്റ്റിക്കിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് കവേഴ്സിന് പകരം നമ്മൾ പേപ്പർ ബാഗുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള അതുപോലെ തുണിസഞ്ചികളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾ കുറക്കുക. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിപ്പോൾ ഈ ഒരു പാഠം പഠിച്ചപ്പോൾ നമുക്കും ഈ ഉണ്ണിക്കുട്ടൻ്റെ പോലെ ഒരു പ്രതിജ്ഞ എടുക്കാം. ഐ വിൽ നെവർ പൊല്യൂട്ട് ദിസ് സോയിൽ. ഞാൻ ഈ മണ്ണിനെ പൊല്യൂട്ട് ചെയ്യില്ല. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പെന്നിനൊരു കഥ പറയാനുണ്ട്. പെൻ എന്താ പറയുന്നത്? വാട്ട് ദ പെൻ സേസ്, ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു നോ മീ, I am made of plastic. Most of the people use me, and after use, I am usually thrown away. Suppose every school child in Kerala discard one plastic pen every month. That is 12 in a year. Just imagine our number discarded in a year by 40 lakh children. Oh, terrible. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും പെന്ന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഒരു മാസത്തിൽ നമ്മൾ ഒരു പെന്നെങ്കിലും നമ്മൾ കളയും. അങ്ങനെ കേരളത്തിൽ എത്രത്തോളം കുട്ടികളുണ്ട്? ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ 12ാം ക്ലാസ് വരെ എത്തുമ്പോഴേക്കും എത്രത്തോളം പേന ഒരു ദിവസം അവന് ഓരോ വർഷത്തിലും അവന് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വർഷത്തിലും 40 ലക്ഷത്തോളം പെന്ന് നമ്മൾ വലിച്ചെറിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് പേനകൾക്ക് പകരം പേപ്പർ പേനകൾ ഒക്കെ വരുന്നുണ്ട്. ആ പേപ്പർ പേനകളുടെ ഉള്ളിൽ സീഡ്സ് വെച്ചിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേനകളുണ്ട്. അപ്പോൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ ആ മണ്ണിൽ ആ സീഡും കൂടെ കിടന്ന് മുളക്കാനുള്ള ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് പേപ്പർ പെന്നുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പേനകൾ റീഫിൽ ചെയ്യാൻ പറ്റുന്ന പേനകൾ വാങ്ങുക, ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാതിരിക്കുക. ആ റീഫിൽ ചെയ്യുന്ന പേനകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.